ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഒരു ഓഡിയോ ഫയൽ അല്ലാന്നുണ്ടെങ്കിൽ മ്യൂസിക് ഫയൽ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ ഒരു ഓഡിയോ ഫയൽ അല്ലാന്നുണ്ടെങ്കിൽ മ്യൂസിക് ഫയൽ എങ്ങനെ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് കോൺടാക്റ്റിലോട്ടാണോ നിങ്ങൾക്ക് ഓഡിയോ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ താഴെ പിന്ന് പോലത്തെ ഒരു ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിലുള്ള ഓഡിയോ ഫയൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ സെർച്ച് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണ്ട ഓഡിയോ സെർച്ച് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു ഓഡിയോ സെലക്ട് ചെയ്യാണ്. പിന്നെ കൂടുതൽ ഓഡിയോ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഓഡിയോ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിളിന് ഈ 3 ഓഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഇങ്ങനൊരു സെൻഡ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഓഡിയോ സെൻഡ് ചെയ്യട്ടെ എന്ന് വയ്ക്കുന്നുണ്ട്. സെൻഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓഡിയോ അവർക്ക് സെൻഡ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വാട്സപ്പിൽ ഓഡിയോ ഫയൽസ് അല്ലാന്നുണ്ടെങ്കിൽ മ്യൂസിക് ഫയൽസ് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.